ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹെയർസിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം, ഒരുപാട് ലീഡർമാർ ആദ്യമൊക്കെ കമ്പനിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തപ്പോഴും താഴ്ട്ട് പൂട്ടിയപ്പോഴും ചില ആൾക്കാരൊക്കെ കാട്ടിൽ നിന്നൊക്കെ ആയിരുന്നു സംസാരം. വീട്ടിൽ ആൾക്കാർ പണം ചോദിച്ച് വന്നപ്പോൾ ഇവരൊക്കെ കാട്ടിലേക്ക് താമസം മാറ്റി, റിസോർട്ടിലേക്ക് താമസം മാറ്റി, സെക്കൻഡുകൾ വെച്ച് വീഡിയോ കോൾ ചെയ്തു. പക്ഷെങ്കിൽ രക്ഷയുണ്ടായിരുന്നില്ല. അവസാനം അതൊക്കെ മതിയാക്കി അദ്ദേഹം വേറെ തട്ടിപ്പുകൾ മാത്രം ചെയ്യാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല എല്ലാവരും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നമ്മുടെ ഈ കമ്പനിയുടെ എല്ലാമായിരുന്ന കമ്പനിക്ക് പ്രതിസന്ധി വന്നപ്പോൾ, കമ്പനി പൂട്ടിയപ്പോൾ, പ്രതിസന്ധി എന്ന് അയ്യൂബ് ഖാൻ പറയുന്നതാണ്. കമ്പനി പിടിക്കപ്പെട്ടപ്പോൾ, കമ്പനി പൂട്ടിയപ്പോൾ കേസ് നടത്താനും മറ്റും കൂടെ നിന്നത് ഷിബു എബ്രഹാമാണ്. പക്ഷേങ്കിൽ അദ്ദേഹത്തിന് നഷ്ടം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം 70 ലക്ഷമോ 75 ലക്ഷമോ അദ്ദേഹത്തിൻ്റെ സ്വന്തം പണം ഈ കേസ് നടത്താൻ വേണ്ടി ചെലവഴിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ലീഡർമാർ ഈ പൂട്ടിപ്പോയ കമ്പനിയുടെ കൂടെ നിൽക്കാത്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു പൂട്ടിപ്പോയ കമ്പനിയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നഷ്ടം മാത്രമേ ഉള്ളൂ, നഷ്ടം മാത്രമേ സംഭവിക്കൂ എന്ന് മറ്റ് ലീഡർമാർക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ദീപേഷ് തിരൂറും അതുപോലെയുള്ള സമീർ ആൽത്തറ, നമ്മുടെ ഇടിവെട്ടി അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ കമ്പനി പൂട്ടി എന്നറിഞ്ഞപ്പോൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോയിരിക്കുന്നത്. പക്ഷേങ്കിൽ കൂടെ നിന്ന ആൾക്കാർക്ക് നഷ്ടവും അപമാനവും കള്ളൻ എന്ന പേരും മാത്രമാണ് ബാക്കിയിരിക്കുന്നത്. ഫണ്ടടിച്ചു മാറ്റി എന്ന് പറയുന്നു, അങ്ങനെ പലതുമാണ്. അതുകൊണ്ടാണ് ഇവർക്ക് 1 വർഷത്തിന് ശേഷം ഇവർക്കും തിരിച്ചറിവ് വന്നിരിക്കുന്നത്. ഇനി ഈ കമ്പനിയുടെ കൂടെ നിന്നിട്ട് കാര്യമില്ല. ഈ നന്ദിയില്ലാത്ത ഇതിൻ്റെ പണം ഇരട്ടിക്കുക, ഒരാളെ നമ്മുടെ ഒരു ബന്ധു വീട്ടിൽ പോകുന്നുണ്ടെങ്കിൽ, ഒരാൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവനെ ചതിക്കാൻ മാത്രം ആണ് എന്ന് വിചാരിക്കുന്ന, 2 ആൾ സംസാരിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം, പൈസ കിട്ടണമെന്ന് വിചാരിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് കരുതിയായിരിക്കണം നമ്മുടെ ഷിബു സാറൊക്കെ ഇപ്പം കമ്പനിയോടും ടാറ്റ ബൈ ബൈ പറഞ്ഞിരിക്കുന്നത്. ടാറ്റ ബൈ ബൈ.